Hello, good evening dear students. So, എല്ലാവരും ഞാൻ ഈ നമ്മുടെ ലൈവ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റൈറ്റ്. സോ ഇന്ന് നമ്മുടെ വിശ്വേശ്വരയ്യ സീരീസിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ മാത്തമാറ്റിക്സിൻ്റെ മൂന്നാമത്തെ സെഷനാണ് നമ്മൾ ചെയ്യുന്നത്. റൈറ്റ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ട്രിഗ്നോമെട്രി എന്ന ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന JEE മെയിൻസിന് ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ മേ ബി ഇന്ന് JEE മെയിൻസിൻ്റെ ഡേറ്റ്സ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ JEE മെയിൻസ് അടുത്താണ്. നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ ഫുൾ സ്വിങ്ങിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. റൈറ്റ്. സോ എനിവേ നമുക്ക് ട്രിഗ്നോമെട്രിയിൽ എന്താണ് കുറച്ച് ബേസിക് ആയിട്ടുള്ള മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന JEE മെയിൻസിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വിശ്വേശ്വരയ്യ സീരീസിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ മൂന്നാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. റൈറ്റ്. ഓക്കെ. സോ എഗെയിൻ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഫുൾ സ്വിങ്ങിലായതുകൊണ്ട് തന്നെ ട്രിഗ്നോമെട്രിയിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് തറവായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എനിവേ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാൻ ഡയറക്റ്റ്ലി. നമുക്ക് അധികം സമയമില്ല, ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. റൈറ്റ്. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. സോ എന്താണ് ഈ ക്വസ്റ്റ്യൻ എന്താ പറയുക നോക്കുക. ഈ ക്വസ്റ്റ്യനിലേക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ JEE മെയിൻസ് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കുക നിങ്ങൾ. ഈ ക്വസ്റ്റ്യൻ പറയുന്ന വാല്യൂ ഓഫ് cos ക്യൂബ് പൈ ബൈ 8 ഇൻറ്റു cos 3 പൈ ബൈ 8 പ്ലസ് സൈൻ ക്യൂബ് പൈ ബൈ 8 ഇൻറ്റു സൈൻ 3 പൈ ബൈ 8 ഈസ് വാട്ട്? ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിലുള്ള ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടി എന്താണ്? ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എന്താണ് ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടി എന്താണ്? ഈ ആംഗിൾസ് നമുക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ആംഗിൾസ്, ഇതിൻ്റെ റേഷ്യോസ് നമുക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള റേഷ്യോസ് അല്ല. ഇപ്പോൾ π/6 ആണ്, അല്ലെങ്കിൽ π/3, π/4 ഈ ആംഗിൾസ് ഒക്കെ എന്താണ്, ഇതിൻ്റെ റേഷ്യോസ് ഒക്കെ നമുക്ക് എന്താണ് പരിചയമുള്ള വാല്യൂസ് ആണ്. പക്ഷേ ഈ π/8, 3π/8 ഒന്നും പെട്ടെന്ന് നമുക്ക് അത്ര പരിചയമുള്ള വാല്യൂസ് അല്ല. മേ ബി നിങ്ങൾ ചില വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ സൈൻ 15 ഡിഗ്രി നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ഇതിൽ എക്സാമിന് വേണ്ടിയിട്ട് √3 - 1/2 √2, അതേപോലെ cos 15 പഠിച്ചു വെച്ചിട്ടുണ്ടാവാം. സൈൻ 18 എന്ന് പറയുന്ന √5 - 1/4 ആണെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചില വാല്യൂസ് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്. എക്സാമിന് വേണ്ടിയിട്ട് ചില യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എന്നാലും നമുക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള വാല്യൂസ് അല്ല അതൊന്നും. ഫെമിലിയർ ആയിട്ടുള്ള വാല്യൂസ് എപ്പോഴും ഏത് തന്നെയാണ്? π/6, π/4, അതേപോലെ തന്നെ എന്താണ് π/3 അങ്ങനെയുള്ള വാല്യൂസാണ് നമുക്ക് പരിചയമുള്ള വാല്യൂസ്. അപ്പോൾ ഇതിലിപ്പോൾ π/8 3π/8 ഒന്നും പെട്ടെന്ന് നമുക്ക് പരിചയമുള്ള വാല്യൂസ് അല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരിചയമുള്ളൊരു വാല്യൂയിലേക്ക് π/4ലോട്ടോ π/6ലോട്ടോ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. റൈറ്റ്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമുക്കൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് ഈ പ്രോബ്ലം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് അപ്രോച്ച് എന്ന് നോക്കാം. സോ ഇതിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. ഇതിൽ പെട്ടെന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യം, സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ പെട്ടെന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. പെട്ടെന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഈ π/8 3π/8 തമ്മിൽ എന്താണ്, ഇത് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇതിൽ π/8 3π/8 തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? ജസ്റ്റ് ഒന്ന് നോക്കിയാട്ടെ നിങ്ങൾ. π/8 3π/8 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഇത് കിട്ടുക 4π/8 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് π/2 ആണ്. 90 ഡിഗ്രീസ് ആണ്, അല്ലെ π/2 റേഡിയൻസ് ആണ്. ആൻഡ് രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ π/2 കിട്ടുന്നുണ്ടെങ്കിൽ ആ ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണ്? ആ ആംഗിൾസ് കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്, അല്ലേ? ആ ആംഗിൾസ് കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. ആൻഡ് കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആയതുകൊണ്ടുള്ള ഗുണം എന്താണ്? കോംപ്ലിമെൻ്ററി ആംഗിൾ ആണെങ്കിൽ സൈൻ π/8 നമുക്ക് എന്ത് എഴുതാം? cos 3π/8 എന്ന് എഴുതാം. അല്ലെങ്കിൽ cos π/8 നമുക്ക് എന്ത് എഴുതാം? സൈൻ 3π/8 അല്ലെ? ഇങ്ങനെ ചിന്തിക്കാം. അതായത് 3π/8 നമുക്ക് എന്ത് എഴുതാം? π/2 - π/8 എന്ന് എഴുതാം. ആൻഡ് സൈൻ π/2 - θ എന്ന് പറയുന്നത് എന്താണ്? cos θ ആണ്. റൈറ്റ്. സോ ആ ഒരു കൺവേർഷൻ ഇവിടെ നമുക്ക് പോസിബിൾ ആണ്. അതായത് cos 3π/8 പകരം എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? സൈൻ π/8 കൊടുക്കാൻ പറ്റും. അതേപോലെ ഇവിടെ സൈൻ 3π/8 പകരം എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? cos π/8 കൊടുക്കാൻ പറ്റും. റൈറ്റ്. സോ അത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഒബ്സർവേഷൻ ആണ്.
Now അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ഇതിൽ മോഡിഫൈ ചെയ്യാൻ പറ്റും, ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? So let me make this in a box. We might have to, ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. We might have to use this one. Now ഇതിലേക്ക് വരാം. ഈ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ആ വാല്യൂ ഒന്ന് എഴുതി നോക്കാം. So let me write this one, cos cube of pi by 8 into, and ഈ cos 3 pi by 8നെ ഞാൻ എല്ലാത്തിനും ഞാൻ pi by 8ലേക്ക് ഒന്ന് മാറ്റാൻ നോക്കാം. cos 3 pi by 8നെ നമുക്ക് എന്ത് എഴുതാം? ഇത് കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആയതുകൊണ്ട് cos 3 pi by 8നെ നമുക്ക് എന്ത് എഴുതാം? cos of pi by 2 minus pi by 8, and that is equal to എന്താണ്? That is equal to sin pi by 8 ആണ്. സോ cos 3 pi by 8നെ മാറ്റിയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? sin pi by 8 എന്ന് എഴുതാം. സോ ബേസിക്കലി ഞാനിവിടെ ട്രൈ ചെയ്യുന്നത് എല്ലാത്തിനെയും pi by 8ലേക്ക് നമുക്കൊന്ന് മാറ്റാൻ ശ്രമിക്കാം, റൈറ്റ്? സോ പ്ലസ് നെക്സ്റ്റ് വൺ, അടുത്ത നോക്കുക, നിങ്ങൾ sin cube pi by 8 അവിടെ തന്നെ നിൽക്കട്ടെ. pi by 8നെ നിങ്ങൾ അനക്കണ്ട. sin cube pi by 8 അവിടെ തന്നെ നിൽക്കട്ടെ. sin cube pi by 8, sin cube pi by 8. അടുത്ത വാല്യൂ ഈ sin 3 pi by 8 എന്നുള്ള വാല്യൂവിനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് എഴുതാം? അതിനെ കോസിലേക്ക് എഴുതാം. കോംപ്ലിമെൻ്ററി ആംഗിൾ യൂസ് ചെയ്തിട്ട് ഇതിനെ pi by 8ലോട്ട് മാറ്റിയിട്ട് cos pi by 8 എന്ന് എഴുതാം. ഇത്ര വരെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്ര വരെ ആർക്കും ഡൗട്ടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ഈസിയാണ്, റൈറ്റ്? നൗ ഇതിൽ നമുക്ക് ഇത്ര വരെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈസി ആയിട്ടുള്ളൊരു ഓൾജിബ്രായിക് മാനിപ്പുലേഷൻ ആണ്. ഇതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ടൊരു ഫാക്ടറിനെ പുറത്തെടുക്കാം. രണ്ട് ടേമിലുള്ള കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ടേക്ക് sin pi by 8. ഇവിടെ ഒരു sin pi by 8 ഉണ്ട്, ആൻഡ് cos pi by 8ഉം എന്താണ് ഇവിടെയുണ്ട്. ഫസ്റ്റ് ടേമിലും ഉണ്ട്, സെക്കൻഡ് ടേമിലും ഉണ്ട്, രണ്ടും, റൈറ്റ്? sin pi by 8 ഇൻറ്റു cos pi by 8 എന്നുള്ള പറയുന്ന ടേം പ്രൊഡക്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേമിലും ഉണ്ട്, അതേപോലെ തന്നെ സെക്കൻഡ് ടേമിലും ഉണ്ട്. അതിനെ ഞാൻ കോമൺ ആയിട്ട് വെളിയിലേക്ക് എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ വെളിയിലേക്ക് എടുക്കുകയാണെങ്കിൽ വാട്ട് റിമെയിൻസ് ഇൻസൈഡ് ദിസ് വൺ? ഈ ടേംസിൽ എന്താണ് റിമെയിൻ ചെയ്യുക? ഇതിൽ നിന്ന് sin pi by 8 ഇൻറ്റു cos cube pi by 8 sin pi by 8 cos pi by 8 പുറത്തേക്ക് എടുത്താൽ വാട്ട് റിമെയിൻസ് ഹിയർ? വാട്ട് റിമെയിൻസ് ഇസ് cos square pi by 8, cos square pi by 8 പ്ലസ് ഇവിടെ എന്താ റിമെയിൻ ചെയ്യാന്ന് പറയാൻ പറ്റുമോ? cos pi by 8 ഇൻറ്റു sin pi by 8 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ അവിടെ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റുമോ? അവിടെ എന്താ cos pi by 8 sin pi by 8 ആണ് നിങ്ങൾ പുറത്തേക്ക് എടുത്തത്. ബാക്കി എന്താ അവിടെ ഉണ്ടാവുക? sin square pi by 8, sin square pi by 8. Now from here this should be simple for you. Cos square pi by 8 plus sin square pi by 8 ന്റെ വാല്യൂ എത്രയാണ്? This value is equal to 1. sin square theta plus cos square theta, ഈ വാല്യൂ 1 ആണ്. So your required value is nothing but sin pi by 8 into എന്താണ്? sin pi by 8 into cos pi by 8 ആണ്. Now ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരേണ്ട ഒരു ഫോർമുലയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരേണ്ട ഒരു ഫോർമുല എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. എന്തായിരിക്കാം? sin 2 theta ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? 2 sin theta cos theta ആണ്. ഇവിടെ ഇപ്പോൾ എന്താണ്? sin theta cos theta എന്നുള്ള ഫോർമുല ആണ് ഇതുള്ളത്. വേർ theta is equal to എന്താണ്? theta is equal to pi by 8 ആണ്. sin theta cos theta എന്നുള്ള ഫോർമുല ആണ് ഇവിടെ ഉള്ളത്. എന്താണ് മിസ്സിംഗ് ആയിട്ടുള്ളത്? 2 sin theta cos theta 2 ആണ് ഇവിടെ മിസ്സിംഗ് ആയി. sin 2 thetaയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള വാല്യൂ എന്താണ്? 2 ആണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. യു ക്യാൻ ഓൾവേസ് ബ്രിങ് ദാറ്റ് 2, റൈറ്റ്? സോ 2 മൾട്ടിപ്ലൈ ചെയ്യുക ആൻഡ് ഡിവൈഡ് ഇറ്റ് ബൈ 2. ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്, റൈറ്റ്? Now this one is equal to what? This is equal to, this is equal to 1 by 2 into, what is 2 sin theta cos theta? And our intention was to bring it into this particular form, അല്ലേ? 2 sin theta cos theta എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരാനായിരുന്നു നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നത്. And that is equal to sin 2 theta, right? And sin 2 theta എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വരിക? sin 2 into pi by 8. And what is sin 2 into pi by 8 എന്ന് പറഞ്ഞാൽ എത്ര വരിക? What is the twice of pi by 8? It is equal to pi by 4. ആൻഡ് ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാല്യൂ ആണ്. sin pi by 4 എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള വാല്യൂ ആണ്, ഈസി വാല്യൂ ആണ്, 1/√2 ആണ്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ
ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഒരു 1/2 ഇവിടെയുണ്ട്. ആൻഡ് π/4 എന്ന് പറയുന്നത് എന്താ, sin π/4 എന്ന് പറയുന്നത് √2 ആണ്. സോ യുവർ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താ വരിക, 1/2 √2 ആണ് നിങ്ങളുടെ ആൻസർ വരിക. റൈറ്റ്. സോ ദിസ് ഈസ് ദ പ്രൊസീജിയർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. റൈറ്റ്. സൊല്യൂഷൻ almost straightforward. It's not very difficult question. Simple question. JEE Mains 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ യുവർ ആൻസർ ഈസ് എന്താണ്, നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ്. ഓക്കെ, ഫൈൻ. So let's go to next question. Now look at this. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. എന്താ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഈ ക്വസ്റ്റ്യനിൽ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇത് എക്സ് ഈക്വൽ ടു എന്താണ്, ഒരു ഇൻഫൈനൈറ്റ് സീരീസ് പോലെയാണ് തന്നെ, ഒരു സമ്മേഷനാണ് തന്നിരിക്കുന്നത്. n ഈക്വൽ ടു 0 to infinity -1/n tan(2n) θ ആൻഡ് y എന്ന് പറയുന്നത് എന്താണ്, സമ്മേഷൻ n ഈക്വൽ ടു 0 to infinity cos(2n) θ. ആൻഡ് ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, 0 this particular condition is important. 0 less than theta less than π/4 തന്നിട്ടുണ്ട്. That will be very crucial. It will be important later. Right. ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. റൈറ്റ്. ഇങ്ങനെ രണ്ട് സീരീസും, എക്സിൻ്റെ വാല്യൂ ഒരു ഇൻഫൈനൈറ്റ് സീരീസ് ആണ്, വൈയുടെ വാല്യൂ ഒരു ഇൻഫൈനൈറ്റ് സീരീസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സും വൈയും തമ്മിലുള്ള റിലേഷനാണ് അവർ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത്. എക്സും വൈയും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഇത് ചെയ്യുന്നതിന് നമുക്ക് ഇതിനൊന്ന് ഈ ഇൻഫിനിറ്റ് സീരീസിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എന്താണ് ഇതിൻ്റെ ടേംസ് വരുന്നത് നോക്കാം. സോ മേ ബി എക്സിന് ഞാൻ എന്താണ്, ലെറ്റ് മീ റൈറ്റ് യു മൈ എക്സ്. സോ ലെറ്റ് മീ യൂസ് സ്മോൾ ലെറ്റർ എക്സ്, കാരണം ഇവിടെ ഓപ്ഷൻസിൽ ഇത് സ്മോൾ ലെറ്റർ എക്സ് ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. റൈറ്റ്. എക്സ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം എന്താ വരിക. ആൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and π/4. സോ ഒബ്വിയസ്ലി നിങ്ങളുടെ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ നോൺ സീറോ വാല്യൂ ഹിയർ. ഈ റേഞ്ചിന് ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. സോ ഒബ്വിയസ്ലി നോൺ സീറോ വാല്യൂ ആണ് ടാൻ തീറ്റ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് എന്നിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം കിട്ടുക, -1/0 എന്ന് പറഞ്ഞാൽ +1 ആണ്. tan(0) തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, tan θ(0) എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഫസ്റ്റ് ടേം എന്താ വരിക, 1 ആണ് വരിക. സെക്കൻഡ് ടേം എന്താ വരിക നിങ്ങൾ പറഞ്ഞാട്ടെ, n ഈക്വൽ ടു 1 കൊടുത്ത് ഇവിടെ എന്താ വരിക, ഇവിടെ -1 വരും. സോ നെഗറ്റീവ് tan² തീറ്റ എന്ന് വരും. നിങ്ങൾക്ക് എന്നിന് 1 ഇട്ട് കൊടുത്ത് നോക്കാം, tan² തീറ്റ എന്നാണ് അവിടെ വരിക അല്ലേ. അടുത്തത് എന്താ വരിക, പ്ലസ് tan(4) തീറ്റ എന്ന് വരും. റൈറ്റ്. മൈനസ് tan(6) തീറ്റ എക്സെട്ര. ഇതിങ്ങനെ അപ് ടു ഇൻഫിനിറ്റി വരെ പോകും. അപ് ടു ഇൻഫിനിറ്റി വരെയാണ് അവർ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് അറിയുന്ന എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾ GP ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയുന്നതായിരിക്കും അല്ലേ, ജിയോമെട്രിക് പ്രോഗ്രഷനൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഈ ജോമെട്രിക് പ്രോഗ്രഷനിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ട്, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. റൈറ്റ്. അതിൽ പഠിച്ചിരിക്കുന്ന റിസൾട്ട്, സപ്പോസ് നമ്മളുടെ കയ്യിൽ ഒരു GP ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ലെറ്റ്സ് സേ ദിസ് വൺ A+, ഇങ്ങനൊരു ജോമെട്രിക് സീരീസ് ആണ് ഉള്ളതെന്ന് വിചാരിച്ചോളൂ. A+AR+AR. ഞാൻ ജോമെട്രിക് സീരീസ് ആണ്, എന്തുകൊണ്ട് ഞാൻ ജോമെട്രിക് സീരീസിലേക്ക് വരുന്നു എന്ന് വെച്ചാൽ ഇത് ജോമെട്രിക് സീരീസ് ആണ് ആക്ച്വലി ഈ എഴുതിയിരിക്കുന്നത്. വേർ ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 1 ആണ്. ആൻഡ് യുവർ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് -tan² തീറ്റയാണ് ഇവിടുത്തെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. സോ ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്, ആൻഡ് ഇൻഫൈനൈറ്റ് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്, അത് ജോമെട്രിക് സീരീസ് ആണ്. ആൻഡ് ഒരു ഇൻഫൈനൈറ്റ് ജോമെട്രിക് സീരീസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് അറിയുന്ന റിസൾട്ട് തന്നെയാണ്. ഇതിൻ്റെ സം എന്ന് പറയുന്നത്, സപ്പോസ് എനിക്ക് A+AR+AR² വെർ A ഇസ് ദ ഫസ്റ്റ് ടേം, A+AR+AR² എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു ഇൻഫൈനൈറ്റ് ജോമെട്രിക് സീരീസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ സമ്മ് കൺവേർജ് ചെയ്യുന്ന കണ്ടീഷൻ എപ്പോഴാണ്, ഇതൊരു ഫൈനൈറ്റ് വാല്യൂയിലേക്ക്, ഈ സമ്മ് ഒരു ഫൈനൈറ്റ് വാല്യൂയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അത് ആ ഒരു കണ്ടീഷൻ എന്താണ്, സോ ദിസ് വിൽ കൺവേർജ് ടു എ ഫൈനൈറ്റ് വാല്യൂ A/1 - R. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് ഈ സീരീസ് A/1 - R എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് കൺവേർജ് ചെയ്യും എപ്പോഴാണെങ്കിലും മാത്രം, അണ്ടർ ഓൺലി വൺ കണ്ടീഷൻ,
right? Provided your mod r should be less than 1. നിങ്ങളുടെ mode of common ratio less than 1 ആണെങ്കിൽ this particular series will converge to what value? a by 1 minus r ലേക്ക് converge ചെയ്യും. ഇത് ജി പി എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. സം ടു ഇൻഫിനിറ്റ് ടേംസ് ഓഫ് എ ജി പി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, റൈറ്റ്? നൗ അത് വെച്ചിട്ട് നമുക്ക് ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഈ കണ്ടീഷൻ തന്നതുകൊണ്ട് നമുക്ക് ടാൻ തീറ്റേൻ്റെ റേഞ്ച് എന്താ പറയാൻ പറ്റുക? ടാൻ തീറ്റയുടെ റേഞ്ച് എന്ന് പറയുന്നത് തീറ്റ 0-ൻ്റെയും π/4 ഇടയിലാണ്. ടാൻ തീറ്റയുടെ റേഞ്ച് എന്തായിരിക്കും? 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ടാൻ സ്ക്വയർ തീറ്റേൻ്റെ റേഞ്ചും എന്തായിരിക്കും? ടാൻ സ്ക്വയർ തീറ്റേൻ്റെ റേഞ്ചും 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ മോഡ് ഓഫ് മൈനസ് ടാൻ സ്ക്വയർ തീറ്റേൻ്റെ റേഞ്ച് എന്തായിരിക്കും? മോഡ് ഓഫ് മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയർ തീറ്റ തന്നെയാണ്, റൈറ്റ്? ദിസ് വിൽ ഓൾസോ ലൈ ബിറ്റ്വീൻ വാട്ട്? 0 and 1, റൈറ്റ്? എന്തുകൊണ്ട് ഞാൻ മോഡ് ഓഫ് മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എടുക്കുന്നു? ഇവിടുത്തെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് മൈനസ് ടാൻ സ്ക്വയർ തീറ്റയാണ്. ആൻഡ് നമ്മുടെ കണ്ടീഷനിൽ എന്താ പറയുന്നത്? കോമൺ റേഷ്യോൻ്റെ വാല്യൂ മോഡ് ഓഫ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ മാത്രമേ ഇത് കൺവേർജ് ചെയ്യുള്ളൂ. ആൻഡ് ദാറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ഹിയർ. മോഡ് ഓഫ് മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെ ഈ ഇൻഫൈനൈറ്റ് സീരീസിന് എന്താണ്? ഒരു ഫൈനൈറ്റ് വാല്യൂയിലേക്ക് ഒരു കൺവേർജൻസ് ഉണ്ടാവും. ഒരു ഫൈനൈറ്റ് വാല്യൂയിലോട്ട് ഇത് കൺവേർജ് ചെയ്യും. എന്തായിരിക്കും ഫൈനൈറ്റ് വാല്യൂ എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തായിരിക്കും ഫൈനൈറ്റ് വാല്യൂ എന്ന് പറയുന്നത്? ഫസ്റ്റ് ടേം എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ആണ്. വേറെ ഇവിടെ എ ഇസ് ഈക്വൽ ടു എന്താണ്? എ എന്ന് പറയുന്നത് 1 ആണ്. ഡിവൈഡഡ് ബൈ 1 മൈനസ് ഓഫ് എന്താണ്? ആർ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ദിസ് ഈസ് ഈക്വൽ ടു എന്താ? ആൻഡ് ഇത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി. വാട്ട് ഈസ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു വാട്ട്? സീക്ക് സ്ക്വയർ തീറ്റ അല്ലേ? സോ സീക്ക് സ്ക്വയർ തീറ്റ ആയതുകൊണ്ട് ദിസ് വിൽ ബി ഈക്വൽ ടു എന്താണ്? 1 ബൈ sec square theta, or we get x is equal to what? X is equal to 1 by sec square theta എന്ന് പറയും. again 1 by sec square theta എന്ന് പറയുന്നത് പണ്ട് മുതലേ നിങ്ങൾ പഠിക്കുന്ന സാധനം. 1 by sec എന്താണ്? 1 by cos sec ആണ്. അപ്പോൾ 1 by sec എന്ന് പറഞ്ഞാൽ എന്താണ്? cos ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? cos square theta ആണ്. സോ എക്സിന് നമുക്ക് എന്താണ്? x is equal to cos square theta എന്ന് കിട്ടി. Now in a similar way, exactly similar way, can we expand this series? Y എന്ന് പറയുന്ന സീരീസ് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എന്താ നമുക്ക് കിട്ടുക നോക്കാം. വൈനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? y is equal to, so first term is again എന്താണ്? You can put substitute n equal to 0, that will be 1. Second term is cos square theta. Third term is cos raised to 4 theta plus etc up to infinity, right? And this is again എന്താണ്? ഇത് നോക്കുക. again cos theta വാല്യൂ എന്താ? 0-ൻ്റെയും π/4 ഇടയിൽ cos theta വാല്യൂ ഒബ്വിയസ്ലി എന്തായിരിക്കും? മോഡ് ഓഫ് cos square theta എന്ന് പറയുന്നത് എന്താ? ഇവിടെ കോമൺ റേഷ്യോ നോക്കി കഴിഞ്ഞാൽ ദിസ് again ഇൻഫൈനൈറ്റ് ജി പി ആണ്. കോമൺ റേഷ്യോ ഈക്വൽ ടു എന്താണ്? cos square theta ആണ്. ആൻഡ് വാട്ട് ഈസ് മോഡ് ഓഫ് cos square theta ഇൻ ദ സ്പെസിഫൈഡ് റേഞ്ച്? തീറ്റയുടെ റേഞ്ച് എന്താ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? 0-ൻ്റെയും π/4 ഇടയിലാണ് സ്പെസിഫൈഡ് റേഞ്ച് ഉള്ളത്. അപ്പോൾ മോഡ് ഓഫ് cos square theta എന്ന് പറയുന്നത് എന്താണ്? മോഡ് ഓഫ് cos square theta will definitely lie between what? 0 and 1, right? This will definitely lie between 0 and 1. So again this condition satisfied. Mod r less than 1 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ സീരീസിലും സാറ്റിസ്ഫൈഡ് ആണ്. So can we have a converging value? Will this converge to a finite value? ഇതൊരു ഫൈനൈറ്റ് വാല്യൂയിലോട്ട് കൺവേർജ് ചെയ്യും. ഏത് ഫൈനൈറ്റ് വാല്യൂയിലോട്ടാണ് കൺവേർജ് ചെയ്യുക? 1 by, so 1 is your first term, a divided by 1 minus r, and your r is equal to what? Cos square theta. And this is equal to what? 1 by sin square theta. Right? So we get y is equal to what? Y is equal to 1 by sin square theta എന്നാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 1 by y is equal to നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1 by y is equal to നമുക്ക് sin square theta എന്ന് എഴുതാൻ പറ്റില്ലേ? സോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ രണ്ട് ഇക്വേഷൻ വന്നിട്ടുണ്ട്. ഒന്ന് x is equal to cos square theta വന്നിട്ടുണ്ട്.
മറ്റൊന്ന് 1/y is equal to sin square theta വന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം, cos square theta plus sin square theta എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം, അത് 1 ആണെന്ന് അറിയാം, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക പറ നിങ്ങൾ? അതായത് ഈ ഇക്വേഷനും ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? എക്സ് പ്ലസ് 1/y is equal to എന്തായിരിക്കും? cos square theta on the right hand side plus sin square theta on the right hand side is equal to 1 ആയിരിക്കും. this is equal to 1 ആയിരിക്കും, റൈറ്റ്? നൗ ഇതിൽ നമുക്ക് ഈ ഓപ്ഷനിലേക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് വരാൻ പറ്റും. സോ ഈ എക്സിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. സോ ദിസ് ഇംപ്ലൈസ് 1/y is equal to what? 1 minus x, right? And bring this y to this side, you get 1 is equal to what? 1 is equal to y into 1 minus x, right? And this is straightforward. ഇത് ഈ കണ്ടീഷൻ കിട്ടാൻ ഒരു പ്രയാസവുമില്ല. And this is there in the option, right? This is there in the option as option B, right? So ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? This is option B ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, റൈറ്റ്? ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സം ടു ഇൻഫിനിറ്റ് ടേംസ് ഓഫ് എ ജി പി ആണ് കൂടുതലായി. ഇതിൽ ട്രിഗ്നോമെട്രിയുടെ കൂടുതലൊരു ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല. 1 + tan square theta അറിഞ്ഞിരിക്കണം, 1 - cos square theta അറിഞ്ഞിരിക്കണം. അതല്ലാതെ കൂടുതലുള്ളത് എന്താണ്? ഒരു ഇൻഫൈനൈറ്റ് ജി പിയുടെ എന്താണ് കൺവേർജിങ് കണ്ടീഷനാണ്, കൺവേർജൻസ് എങ്ങനെയാണെന്നുള്ളതാണ്, റൈറ്റ്? അതാണ് ഇതിൽ കൂടുതലും ഉള്ളത്, റൈറ്റ്? ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്ന ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, റൈറ്റ്? സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം, റൈറ്റ്? ഓക്കെ, ഇത് നോക്കുക, ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുക നോക്ക് നിങ്ങൾ. If for x belongs to 0 to π/3, ഓക്കെ, എക്സ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്, 0-ൻ്റെയും π/3-ൻ്റെയും ഇടയിലാണ്, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്, ഈ 0-ൻ്റെയും π/3-ൻ്റെയും ഇടയിലാണ് തന്നിട്ടുണ്ട്. ഓക്കെ, എനിവേ വാട്ട് എവർ ഇറ്റ് ഈസ്, ദിസ് വൺ ഈ കണ്ടീഷൻ നോക്കിയിട്ട് എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ അവർ തന്നിരിക്കുന്നതെന്ന് പറ. ഇത് നോക്ക്, log sin x ബേസ് ടു ദ ബേസ് 10, ഇത് ബേസ് 10 ആണ്, ബേസ് 10 ആണ് ഇവർ ഇവിടെ എഴുതിയിരിക്കുന്നത്. log sin x to the base 10 plus log cos x to the base 10 equal to -1 നമുക്ക് തന്നിട്ടുണ്ട്, റൈറ്റ്? എന്നിട്ട് എന്താണ് പിന്നെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, log sin x plus cos x to the base 10 is equal to എന്താണ് 1/2 into log n base 10 - 1. അങ്ങനെയാണെങ്കിൽ n-ൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ വെച്ചിട്ട് തന്നെ തുടങ്ങാം, റൈറ്റ്? നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഏതാണെന്ന് നോക്കാം. തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷനാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് ഈ ഇക്വേഷൻ വെച്ച് തുടങ്ങിയാൽ നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് ലോഗിൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ലോഗിൻ്റെ പ്രോപ്പർട്ടി എന്താണ് ലോഗിൻ്റെ പ്രോപ്പർട്ടി? log a plus log b is equal to എന്താണ്? log a b ആണ്, അല്ലേ? log a plus log b എന്ന് പറഞ്ഞാൽ log a b ആണ്. അത് വെച്ചിട്ട് നമ്മൾ ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ എന്താ വരിക? വി ഗെറ്റ് log sin x plus log cos x എന്ന് പറയുന്നതിനെ നമുക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് log sin x into cos x, right? log a plus log b എന്ന് പറഞ്ഞാൽ log a b ആണ്, again base 10. this value is given to be equal to എന്താണ് ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? this is given to be equal to -1. now ഈ ലോഗരിതമിക് ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് ഈ ലോഗിനെ റിമൂവ് ചെയ്യാൻ പറ്റുക? you can exponentiate it with the base, അല്ലേ? ബേസ് 10 ആണെങ്കിൽ ആ ബേസ് കൊണ്ട് എക്സ്പൊണൻഷിയേറ്റ് ചെയ്യുക. you can remove this particular logarithm. And what will be the value of sin x cos x then? The value of sin x cos x will be nothing but this base raised to എന്താണ് base exponentiated with this particular value -1, so 10 power -1, right? so sin x cos x ൻ്റെ വാല്യൂ എത്രയായിരിക്കും? 10 power -1, that is equal to എത്രയാണ്? 0.1. സോ അത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ആവശ്യം വരുന്നൊരു വാല്യൂ ആണ്. അതായത് രണ്ടാമത്തെ ഡേറ്റയിൽ നമുക്ക് ആവശ്യം വന്നേക്കാവുന്ന ഒരു വാല്യൂ ആണ്. നമുക്ക് നോക്കാം, റൈറ്റ്? ഇനി നമുക്ക് റിക്വയർമെൻറ്റ് നോക്കാം. ഇവർ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഒരു അൺനോൺ വാല്യൂ എന്നിലുള്ള ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. ആ ഇക്വേഷൻ നമുക്കൊന്ന് ഇവിടെ മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതാൻ നോക്കാം. ലോഗ്, ഈ സെക്കൻഡ് ഇക്വേഷനാണ് ഞാൻ പറയുന്നത്, ലോഗ് ബേസ് 10 sin x plus cos x
ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്? 1/2 ഇൻറ്റു ലോഗ് എൻ 1/2 ഇൻറ്റു ലോഗ് n ബേസ് 10 മൈനസ് 1 അവർ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്? ഓക്കെ, നമുക്ക് ഈ 2-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാം. സോ ഈ 2-നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 ഇൻറ്റു ലോഗ് sin x പ്ലസ് കോസ് എക്സ് ബേസ് 10, റൈറ്റ്? ബേസ് 10 ഈക്വൽ ടു എന്താ കിട്ടുക? ആൻഡ് ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് നടത്താം. എന്താണെന്ന് വെച്ചാൽ ലോഗ് n ബേസ് 10 എടുക്കാം. മൈനസ് ഈ 1-ന് can we write it as something logarithm of something? log of something base 10 എന്ന് എഴുതാൻ പറ്റും ഈ 1-നെ? ഒബ്വിയസ്ലി എഴുതാം. എങ്ങനെ എഴുതാം? മൈനസ് ലോഗ് 10 ബേസ് 10 എന്ന് എഴുതാം അല്ലേ? 1-നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബേസ് 10 ആണെങ്കിൽ ലോഗ് 10 ബേസ് 10 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതുന്നതിനുള്ള ഗുണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ എഴുതിയാൽ ഒബ്വിയസ്ലി ദിസ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ലോഗ് ഓഫ് this is of the form what? ഇത് ഏത് ഫോമിലാണ് ഉള്ളത് നിങ്ങൾ പറ? ലോഗ് എ മൈനസ് ലോഗ് ബി എന്നുള്ള ഫോമിലാണുള്ളത്. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ ബൈ ബി ആണ് അല്ലേ? ലോഗ് എ ബൈ ബി ആണെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ലോഗ് ബേസ് 10 n ബൈ 10 എന്ന് എഴുതാം. റൈറ്റ്? ആൻഡ് വാട്ട് ഈസ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ്? ക്യാൻ വി സിംപ്ലിഫൈ സംതിങ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നോക്കാം. ഈ 2 ലോഗ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സിന് നമുക്ക് എന്ത്? ഈ 2-നെ നമുക്ക് ഉള്ളിലേക്ക് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന് ലോഗ് ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ലോഗരിത്തിൻ്റെ ബേസിക് പ്രോപ്പർട്ടിയാണ്. റൈറ്റ്? ലോഗരിത്തിൻ്റെ പവർ റൂളാണ്. സോ 2 ടൈംസ് ലോഗ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് സെയിം ആസ് ലോഗ് ഓഫ് ആ 2-നെ ഉള്ളിലേക്ക് കൊണ്ടുപോകാം സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. റൈറ്റ്? സോ ലോഗ് 10 സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് whole square is equal to what? Log, and what is our value on the right hand side? Log base 10 n by 10, right? And what does this imply? This imply, so can we remove log on both sides? Again we can exponentiate it. നമുക്ക് base 10 വെച്ച് exponentiate ചെയ്യാം. So we can remove this particular logarithm and we can take only the argument of this one. And what is left there? Log in remove ചെയ്ത് കഴിഞ്ഞാൽ what is left there? Sin x plus cos x whole square. And what is sin x plus cos x whole square എന്താണ് നിങ്ങൾ പറ? Sin x plus cos x whole square എന്ന് പറഞ്ഞാൽ എന്താണ്? Sin square x plus cos square x, that is 1. Sin square x plus cos square x എന്ന് പറഞ്ഞാൽ 1 ആണ്. Plus 2 sin x cos x വരും. So what will be on the left hand side after removing the log? നമ്മൾ രണ്ട് സൈഡിൽ ലോഗ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവുന്നത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്, ദാറ്റ് ഈസ് 1 പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ് ഉണ്ടാവും. സോ 2 സൈൻ എക്സ് കോസ് എക്സ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു റിമൂവ് ലോഗ് ഫ്രം ഹിയർ ഓൾസോ. ഇവിടുന്ന് ലോഗിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? ഇറ്റ് ഇസ് n by 10, റൈറ്റ്? സോ ഇങ്ങനെ കിട്ടും. ആൻഡ് ഇതിൽ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ച ഒരു സാധനമുണ്ട്. സൈൻ എക്സ് കോസ് എക്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു സൈൻ എക്സ് കോസ് എക്സിൻ്റെ വാല്യൂ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചത് സൈൻ എക്സ് കോസ് എക്സ് പറഞ്ഞ് നമുക്ക് 0.1 നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ 0.1 നമ്മൾ ഇവിടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്? നമുക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 1 പ്ലസ് ആൻഡ് 2 ഇൻറ്റു 0.1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഇൻറ്റു 0.1 എന്ന് പറഞ്ഞാൽ 0.2 is equal to what? Is equal to n by 10, or which implies n is equal to what? I mean this is 1.2, ഇത് 1.2 ആണ്. So is equal to n by 10. Bring this 10 to this side, multiply by 10, your n is equal to what? Your n is equal to 12. So n ൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? 12 എന്നാണ് കിട്ടുക. റൈറ്റ്? സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. It's again straightforward. അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. റൈറ്റ്? ഓക്കെ. സോ ദ ആൻസർ വിൽ ബി n is equal to 12. റൈറ്റ്? ഓക്കെ. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റൈറ്റ്? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. റൈറ്റ്? ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോക്കുക. എന്താ ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക ശരിക്ക്. എഫ് കെ ഓഫ് എക്സ്, സോറി,
1 second. Fk of x is equal to 1 by k into sin raised to kx plus cos raised to kx, where x belongs to R എന്ന് പറഞ്ഞ x can take any value, k greater than or equal to 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുന്ന എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ അവർ ചോദിക്കുന്ന എക്സ്പ്രഷൻ ഇതാണ്. അവർ ചോദിക്കുന്ന എക്സ്പ്രഷൻ f4 of x, fk of x ഇതാണ്. അങ്ങനെയാണെങ്കിൽ f4 of x മൈനസ് f6 of x എന്താണെന്നാണ് അവരുടെ ചോദ്യം, റൈറ്റ്? ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. f4 of x മൈനസ് f6 of x എന്താണെന്നുള്ളത് നമുക്കൊന്ന് എഴുതി നോക്കാം. f4 of x മൈനസ് f6 of x എന്ന് പറഞ്ഞാൽ എന്താ വരിക? f4 of x എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ k എന്നുള്ളതിന് പകരം നിങ്ങൾ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഇവിടെ 1/4 ഇൻറ്റു sin raised to 4x plus cos raised to 4x മൈനസ് അടുത്ത വാല്യൂ എന്താ? f6 of x എന്ന് പറഞ്ഞാൽ എന്താ വരിക? k എന്ന് പറയുന്നതിന് നിങ്ങൾ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദിസ് വിൽ ബി നത്തിങ് ബട്ട് 1/6 ഇൻറ്റു എന്താ വരിക? 1/6 ഇൻറ്റു sin raised to 6x പ്ലസ് cos raised to 6x ആണ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക, അല്ലേ? ഇതാണ് ഈ വാല്യൂവിൻ്റെ എക്സ്പ്രഷനാണ് നമ്മളോട് കാണാൻ ചോദിക്കുന്നത്. ഇത് കാണാൻ ചോദിക്കുമ്പോൾ ഇത് ജസ്റ്റ് ജനറലായിട്ട് ഞാനിത് സോൾവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എൻട്രൻസിൽ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനൊരു ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ എൻട്രൻസിന് ചോദിക്കുന്നതെങ്കിൽ ഇത് JEE മെയിൻസ് 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, റൈറ്റ്? സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ JEE മെയിൻസ് അല്ലെങ്കിൽ എൻട്രൻസിന് വന്നു കഴിഞ്ഞാൽ ഇതിലൊരു കാര്യം ഇതിൽ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താണ് നിഷ്പ്രയാസം സാധിക്കും. പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താം. എങ്ങനെ എത്താമെന്ന് വെച്ചാൽ ഇത് നോക്കുക. ഈ ഫ്രെയിം ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് നോക്കുക. ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. സിംഗിൾ ആൻസർ ടൈപ്പാണ്. ഇതിൽ ഒരു ശരി ഉത്തരം മാത്രമേ ഈ ഓപ്ഷൻസിലുള്ളൂ. ആൻഡ് അത് മാത്രമല്ല, ഈ ഓപ്ഷൻസിൽ എവിടെയും നൺ ഓഫ് ദീസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈ ഓപ്ഷൻസ് ഒരു സിംഗിൾ ആൻസർ ടൈപ്പാണ്. ഇതിലെവിടെയും നൺ ഓഫ് ദീസ് ഇല്ല. ആൻഡ് അത് മാത്രമല്ല, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് നിങ്ങളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഓപ്ഷൻസിൽ എവിടെയെങ്കിലും എക്സിൻ്റെ പ്രസൻസ് ഉണ്ടോ? ഈ ഓപ്ഷൻസിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് എക്സ് കാണാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്താ പറയുന്നത്? എക്സ് ഏത് വാല്യൂ തന്നെ എടുത്തു കഴിഞ്ഞാലും, എക്സിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് സെയിം ആൻസർ ആയിരിക്കണം കിട്ടുന്നത്. അല്ലായിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതായത് എക്സിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താണ് സെയിം ആൻസർ ആയിരിക്കണം കിട്ടുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ പറ്റിയത്. കാരണം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നൺ ഓഫ് ദീസ് ഇല്ല. ഇത് സിംഗിൾ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ്? സോ ഇതെല്ലാം കമ്പൈൻ ചെയ്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എക്സിന് ഏത് വാല്യൂ കൊടുത്താലും നിങ്ങൾക്ക് എന്താണ് സെയിം ആൻസർ ആണ് കിട്ടേണ്ടത്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും എൻട്രൻസ് എക്സാമിന് നമുക്ക് വീണ് കിട്ടാറുണ്ട്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങളൊന്ന് സ്മാർട്ടായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിലേക്ക് ആൻസറിലേക്ക് എത്താം. എങ്ങനെ എത്താം? ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള വാല്യൂസ് നിങ്ങൾ ഏതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇതിൽ തന്നിരിക്കുന്ന എക്സ്പ്രഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വാല്യൂ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന വാല്യൂ ഏതാണ്? ഏറ്റവും സിമ്പിളായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന വാല്യൂ എന്താണ്? എക്സിന് 0 കൊടുക്കുക, റൈറ്റ്? എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക നോക്കുക. നിങ്ങൾ ജസ്റ്റ് എക്സിന് 0 കൊടുത്തിട്ട് ഈ വാല്യൂ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം, എന്താ കിട്ടുന്നത് നോക്കാം. ഇവിടെ എന്താ കിട്ടുക? എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 വരും, cos 0 1 വരും. സോ ദിസ് വിൽ കം ഔട്ട് ടു ബി 1/4. ഫസ്റ്റ് ടേം എന്ത് വരും? 1/x 0 കൊടുത്താലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 1/4 വരും. ഇവിടെ എന്താ വരിക? ഇവിടെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ഇവിടെ 0 വരും, cos raised to 6x എന്ത് വരും? 1 വരും. സോ വാട്ട് റിമെയിൻസ് ഇസ് -1/6. സോ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1/4 - 1/6 ആയിരിക്കണം. ആൻഡ് ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 1/12, റൈറ്റ്? സോ ഇതിൽ ആൻസറിലേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താം. പക്ഷെ എന്നാലും ഇതിലെ ഒരു 2 പോയിന്റ്സ് പറയാനുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ജനറലായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ sin raised to 4x plus cos raised to 4xൻ്റെ ഒരു ഓൾട്ടർനേറ്റ് എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലോജിക്ക് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. sin raised to 4x plus cos raised to 4x എന്താണ്, അല്ലെ അതിന് എങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് എക്സ്പ്രഷൻ എഴുതാം, അല്ലെ sin raised to 6x plus cos raised 6xന് ഒരു ഓൾട്ടർനേറ്റ് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം, അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, വേറെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വരും, റൈറ്റ്?
അപ്പോൾ ഇതിൽ സോ ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മേ ബി സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4xന് ഒരു ഓൾട്ടർനേറ്റ് എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണ്? സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x നമുക്ക് അറിയുന്ന വാല്യൂവിൽ കിട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണ് നമുക്ക് അറിയാം. അതിനെ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കിയാട്ടെ എന്താ നിങ്ങൾക്ക് കിട്ടുക? ഒബ്വിയസ്ലി അതിൽ നോട്ട് റേസ് ടു 4 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് എന്ത് കിട്ടും? ഒബ്വിയസ്ലി ഇതിൽ സൈൻ റേസ് ടു 4x അപ്പിയർ ചെയ്യും, കോസ് റേസ് ടു 4x അപ്പിയർ ചെയ്യും, റൈറ്റ്? സോ ഇതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x പ്ലസ് 2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് എന്നായിരിക്കും വന്നിട്ടുണ്ടാവുക, റൈറ്റ്? നൗ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വാല്യൂ എന്താണ്? സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x ആണ്. ഇത് 1 ആണ് നമുക്കറിയാം, റൈറ്റ്? ഈ വാല്യൂ 1 ആണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണ്. സോ സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4xനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ്, റൈറ്റ്? is equal to എന്താണ്? സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x ആണ്. സിമ്പിൾ വൺ, റൈറ്റ്? സിമ്പിൾ എനഫ്. സോ സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4xന് നമുക്ക് ഈ ഓൾട്ടർനേറ്റ് എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. ഏത്? 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് എന്നുള്ള ഓൾട്ടർനേറ്റ് എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. ഇൻ എ സിമിലർ വേ ക്യാൻ വി തിങ്ക് അബൌട്ട് സൈൻ റേസ് ടു 6x പ്ലസ് കോസ് റേസ് ടു 6x. അതിനെ എങ്ങനെയാണ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുക? ഇതേപോലെ തന്നെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സിനെ ഞാനൊന്ന് ക്യൂബ് ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. കോസ് സ്ക്വയർ എക്സ് ഹോൾ ക്യൂബ് എടുത്തു എന്ന് വിചാരിച്ചോളൂ. എന്താണ് എ പ്ലസ് ബി ഹോൾ ക്യൂബിൻ്റെ എക്സ്പ്രഷൻ എന്താണ് നിങ്ങൾ പറഞ്ഞാട്ടെ? പല എക്സ്പ്രഷൻ നിങ്ങൾ പഠിച്ച ഒരു എക്സ്പ്രഷൻ എന്താണ്? എ പ്ലസ് ബി ഹോൾ ക്യൂബ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്ന എക്സ്പ്രഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, റൈറ്റ്? സോ അത് വെച്ചിട്ട് നമ്മൾ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക പറ? സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 3 എന്ന് പറഞ്ഞാൽ സൈൻ റേസ് ടു 6x കിട്ടും, പ്ലസ് ദിസ് വൺ വിൽ ബി കോസ് റേസ് ടു 6x പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി എന്നാണ്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി എന്നാണ്. സോ ദിസ് വിൽ ബി നത്തിങ് ബട്ട് 3 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി എന്നാണ് കോസ് സ്ക്വയർ എക്സ്. ഇങ്ങനെ എഴുതാം, റൈറ്റ്? ആൻഡ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ് വാല്യൂ ഇസ് 1, ദിസ് വാല്യൂ ഇസ് ഓൾസോ 1, റൈറ്റ്? സോ അവർ റിക്വയർഡ് വാല്യൂ സൈൻ റേസ് ടു 6x പ്ലസ് കോസ് റേസ് 6xന് നമുക്ക് എന്ത് എഴുതാം? 1 മൈനസ് 3 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് എഴുതാം. സോ സൈൻ റേസ് ടു 6x പ്ലസ് കോസ് റേസ് ടു 6xന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 മൈനസ് 3 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് എഴുതാം, റൈറ്റ്? നൗ എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇത് ജനറലായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് ഇത് വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. ഇത് വെച്ച് സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4xന് ഇത് വെച്ച് റീപ്ലേസ് ചെയ്യുക. അതേപോലെ തന്നെ സൈൻ റേസ് ടു 6x പ്ലസ് കോസ് റേസ് 6xന് ഇത് വെച്ച് റീപ്ലേസ് ചെയ്യുക, റൈറ്റ്? ഇത് വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 1/4 ഇൻറ്റു ദിസ് വൺ വിൽ ബി വാട്ട്? സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4xന് നമുക്ക് ഇത് യൂസ് ചെയ്യാം. 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് മൈനസ് ഇവിടെ എന്താ വരിക? 1/6 ഇൻറ്റു സൈൻ റേസ് ടു 6x പ്ലസ് കോസ് റേസ് ടു 6xനെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? 1 മൈനസ് 3 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ്, റൈറ്റ്? ഇങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സിമ്പിളാണ്. എന്താണെന്ന് വെച്ചാൽ നോക്കാം, 1/4 ഇൻറ്റു 1 എന്താ കിട്ടുക? ഒരു 1/4 ഇവിടെ ഉണ്ടാവും, അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞുള്ള ടേം എന്താ പറയുക നിങ്ങൾ? 1/4 ഇൻറ്റു 2 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? മൈനസ് 1/2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് വരും, റൈറ്റ്? സോ ഇവിടെ ഒരു മൈനസ് 1/2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. ഇവിടെ എന്താ വന്നിട്ടുണ്ടാവും നോക്കാം? മൈനസ് 1/6 ഇൻറ്റു മൈനസ് 3 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് എന്താ വരിക? പ്ലസ് 1/2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. സോ ഇവിടെ ഒരു മൈനസ് 1/2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഉണ്ട്, അപ്പുറത്ത് ഒരു പ്ലസ് 1/2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. രണ്ടും ക്യാൻസൽ ചെയ്ത് പോവില്ലേ? രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും,
റൈറ്റ്. സോ ബാക്കി എന്താ ഇവിടെ റിമൈനിങ് ആയിട്ട് എന്താ ഉണ്ടാവുക? ഒരു -1/6 into 1 ഇവിടെ ബാക്കി ഉണ്ടാവും. സോ -1/6. Again we are back to this particular value, right? 1/4 minus 1/6 is equal to എന്തായിരിക്കും? This will be equal to 1/12, right? So the answer എന്താണ്? Answer will be equal to എന്താണ്? 1/12. സോ ആൻസറിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എക്സിന് ഒരു സിമ്പിൾ വാല്യൂ കൊടുത്താൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. പക്ഷേ ഞാനിത് പറയാൻ കാരണം ഈ sin raised to 4x plus cos raised to 4xൻ്റെ ഈ ഒരു ഓൾട്ടർനേറ്റ് എക്സ്പ്രഷൻ നിങ്ങൾ എന്താണ് ഡെഡ്യൂസ് ചെയ്യുന്ന അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. സോ sin raised to 6x plus cos raised to 6xൻ്റെ ഈ ഓൾട്ടർനേറ്റ് എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും JEE മെയിൻസിനൊക്കെ. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. JEE മെയിൻസ് 2014 ക്വസ്റ്റ്യൻ ആണ്. സോ ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, സോ വിൽ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Now this question, this one is ഇത് കുറച്ച് എന്താണ് അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഐ തിങ്ക് ഈ ക്വസ്റ്റ്യൻ 2019 JEE മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കുക നിങ്ങൾ. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. sin raised to 4 alpha plus 4 cos raised to 4 beta plus 2 is equal to 4 root 2 sin alpha cos beta എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൽഫ ആൻഡ് ബീറ്റ ബിലോങ്സ് ടു ഏത് ഇൻ്റർവെൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? 0 to pi ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 0 to pi, റൈറ്റ്? 0 to pi എന്ന് പറയുന്ന ഇൻ്റർവെൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവർ ചോദിച്ചിരിക്കുന്ന എക്സ്പ്രഷൻ എന്താണ്? അങ്ങനെയാണ് ഈ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുന്നത് ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്താണ്? കോസ് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് കോസ് ആൽഫ മൈനസ് ബീറ്റ എന്താണെന്നാണ് ചോദിക്കുന്നത്. അത്ര ട്രിവിയൽ ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ല, അത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ല, കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, റൈറ്റ്? ഒരു ഇതിവിടെ LHSൽ റേസ് ടു 4 ആണുള്ളത്. RHSൽ എന്താണ്? ഫസ്റ്റ് ഡിഗ്രി ടേംസ് ആണുള്ളത്. നൗ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ എക്സ്പ്രഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് ഈ ചോദിച്ചിരിക്കുന്ന എക്സ്പ്രഷൻ കോസ് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് കോസ് ആൽഫ മൈനസ് ബീറ്റ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഐ മീൻ ഇത് നിങ്ങളിപ്പം എന്താണ് ട്രിഗ്നോമെട്രിയുടെ ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് തറവായിട്ടുണ്ടാവും. അപ്പോൾ ഇത് പറയാൻ നിങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കും. കോസ് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് കോസ് ആൽഫ മൈനസ് ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും വാല്യൂ? ഐ മീൻ കോസ് ആൽഫ പ്ലസ് ബീറ്റൻ്റെ എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയാം, കോസ് ആൽഫ മൈനസ് ബീറ്റൻ്റെ എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയാം. രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? -2 സൈൻ ആൽഫ സൈൻ ബീറ്റ ആണ് അവിടെ ബാക്കി ഉണ്ടാവുക. സോ ബേസിക്കലി നമ്മളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, ഈ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. -2 സൈൻ ആൽഫ സൈൻ ബീറ്റ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എങ്ങനെ നമുക്ക് ഇതിലേക്ക് വരാൻ ചോദിച്ചാൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്സിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് എക്സാംസിന് യൂസ്ഫുൾ, ഒരുപാട് ക്വസ്റ്റ്യൻസിൽ യൂസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ്. JEE മെയിൻസിന് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ നമുക്ക് JEE അഡ്വാൻസിനും ഒരുപാട് ക്വസ്റ്റ്യൻസിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു റിസൾട്ടാണ്, റൈറ്റ്? ആ റിസൾട്ട് നമുക്കൊന്ന് സ്മാർട്ടായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താം. അതെന്താണെന്ന് വെച്ചാൽ ആ റിസൾട്ട് AMGM ഇനീക്വാളിറ്റി ആണ്. AMGM ഇനീക്വാളിറ്റി സ്മാർട്ടായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും, റൈറ്റ്? ഇത് ഈ ക്വസ്റ്റിന് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത്, ഇത് അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ എന്താണ്, ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇനീക്വാലിറ്റി ആണ്, റൈറ്റ്? എന്താണ് AMGM ഇനീക്വാലിറ്റി? നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇത് 2 നമ്പേഴ്സിനാണ് AMGM ഇനീക്വാലിറ്റി പറഞ്ഞിട്ടുണ്ടാവുക. AB എന്ന് പറയുന്ന 2 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഈ 2 നമ്പേഴ്സിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ ആയിരിക്കും. ഓർ A+B/2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് AB എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ജനറലൈസ്ഡ് വേർഷനാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, റൈറ്റ്? ജനറലൈസ്ഡ് വേർഷൻ എന്ന് പറയുന്നത് നമ്മൾ 2 നമ്പേഴ്സിൽ ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാതെ നമുക്ക് ലെറ്റ് മീ ടേക്ക് ദിസ് ടു n നമ്പേഴ്സ്, റൈറ്റ്? സപ്പോസ് x1, I'm sorry, suppose x1, x2, x3, etc. xn are ഞാൻ ഇതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതുന്നു എന്നേ ഉള്ളൂ, നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്
ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇത് മുഴുവനായിട്ട് എഴുതുന്നത്. നോൺ നെഗറ്റീവ് കുറേ ആൾക്കൊക്കെ അറിയായിരിക്കും ഇത് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇത് പറയുന്നത് എന്താണ്? എ എം ജിയും ഇനീക്വാളിറ്റി പറയുന്നത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര xn ഹോൾ ഡിവൈഡഡ് ബൈ n. അതായത് അരിത്തമെറ്റിക് മീൻ ഓഫ് ദീസ് നമ്പേഴ്സ് am ഓഫ് ദീസ് നമ്പേഴ്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ ജോമെട്രിക് മീൻ ഓഫ് ദീസ് നമ്പേഴ്സ്. എന്താണ് ജോമെട്രിക് മീൻ ഓഫ് ദീസ് നമ്പേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? x1 ഇൻറ്റു x2 ഇൻറ്റു x3 എക്സെട്ര xn ഇതിൻ്റെ പ്രൊഡക്റ്റ് എടുത്തിട്ട് എന്താണ്? റേസ് ടു 1/nth റൂട്ട് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദീസ് നമ്പേഴ്സ്. This will always be satisfied for any n general non-negative real numbers, right? ഇതാണ് AMGM ഇനീക്വാളിറ്റിയുടെ ജനറലൈസ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് വൺ മോർ കണ്ടീഷൻ. ഇതിലൊരു കണ്ടീഷൻ്റെ ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഇനീക്വാളിറ്റിനേക്കാൾ പ്രധാനമായിട്ടുള്ള കണ്ടീഷൻ ഇതിലൊരു ഈക്വാലിറ്റി ഉണ്ട് അല്ലേ? ഈ ഈക്വാലിറ്റി അച്ചീവ് ചെയ്യുന്നൊരു കേസ് ഉണ്ട്. ആ ഈക്വാലിറ്റി എപ്പോഴാണ് അച്ചീവ് ചെയ്യുന്നതെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈക്വാലിറ്റി ഈസ് അച്ചീവ്ഡ് when x1 is equal to x2 is equal to c. Please understand, ഇതിൽ ഈക്വാലിറ്റി അച്ചീവ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ആ കണ്ടീഷൻ എന്താണ്? ഈ നമ്പേഴ്സ് എല്ലാം ഈക്വൽ ആയിരിക്കണം. x1 ഈക്വൽ ടു x2 ഈക്വൽ ടു എക്സെട്ര xn ആയിരിക്കണം. ആ കണ്ടീഷനിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഇതിൽ AMGM ഇനീക്വാളിറ്റിയിൽ ഈക്വാലിറ്റി കണ്ടീഷൻ അച്ചീവ് ചെയ്യുള്ളൂ, റൈറ്റ്? എന്തിനാണ് ഞാൻ ഇതൊക്കെ ഇവിടെ പറയുന്നത് വെച്ചാൽ, ഒബ്വിയസ്ലി ഇത് ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ആൻഡ് ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ഇത് യൂസ്ഫുൾ ആവുന്നത്? എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ ഇത് ബ്രിങ് ചെയ്യാൻ കാരണം? ഇതിലൊരു ഈസി ആയിട്ടുള്ളൊരു എന്താണ് സിംപ്ലിഫിക്കേഷൻ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് AMGM ഇനീക്വാളിറ്റീൻ്റെ ഒരു അപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നോക്കുക, ഇവിടെ സൈൻ റേസ് ടു 4 ആൽഫ ആണല്ലോ ഉള്ളത്, ഇവിടെ കോസ് റേസ് ടു 4 ബീറ്റ ആണുള്ളത്. റൈറ്റ് സൈഡിൽ എന്താണുള്ളത്? സൈൻ ആൽഫയും കോസ് ബീറ്റയും ആണുള്ളത്. എങ്ങനെയാണ് സൈൻ റേസ് ടു 4 ആൽഫേനെ സൈൻ ആൽഫയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു എളുപ്പമാർഗ്ഗം പറയാൻ പറ്റുമോ? സൈൻ റേസ് ടു 4 ആൽഫേനെ റേസ് ടു 1/4 എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? സൈൻ റേസ് ടു 4 ആൽഫ റേസ് ടു 1/4 ഉണ്ടെങ്കിൽ നമുക്ക് സൈൻ ആൽഫ എന്ന് കിട്ടും അല്ലേ, റൈറ്റ്? അതേപോലെ തന്നെ എന്താണ് ഈ കോസ് റേസ് ടു 4 ബീറ്റ എന്ന് പറയുന്നതിന് റേസ് ടു 1/4 എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് കോസ് ബീറ്റ എന്ന് കിട്ടും, റൈറ്റ്? സോ നമുക്ക് അത് ഒന്ന് ഇതിലൊന്ന് AMGM ഇനീക്വാളിറ്റി നമുക്ക് ഒന്ന് റേസ് ടു 4 നമ്പേഴ്സ് ആയിട്ട് നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താണ് ഇവിടെ 3 നമ്പേഴ്സ് അല്ലേ ഉള്ളൂ വിചാരിക്കും. നമുക്ക് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. നോക്കുക, സൈൻ റേസ് ടു 4 ആൽഫ എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കാം, പ്ലസ് 4 കോസ് റേസ് ടു 4 ബീറ്റ എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കാം, പ്ലസ് 2 എടുക്കുന്നതിന് പകരം 2 എടുത്തുകൊണ്ട് കാര്യമില്ല, കാരണം നമുക്ക് 3 നമ്പേഴ്സേ കിട്ടുള്ളൂ. 3 നമ്പേഴ്സ് എടുത്താൽ ഇതിൻ്റെ എന്താണ് GM എടുക്കുമ്പോഴെന്താ കിട്ടുക? നിങ്ങൾക്ക് റേസ് ടു 1/3 കിട്ടുള്ളൂ, റൈറ്റ്? അതിന് പകരം നമുക്കിതിനെ ഈ 2നെ ജസ്റ്റ് 1 + 1 ആക്കിയിട്ട് ഒരു 4 നമ്പേഴ്സ് ആക്കാം. ഈ 4 നമ്പേഴ്സിന് എന്താണ് ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. ആൻഡ് ദിസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇത് ഞാനിവിടെ സൈൻ റേസ് ടു 4 ആൽഫ നോൺ നെഗറ്റീവ് റിയൽ നമ്പർ ആണ്. കോസ് റേസ് ടു 4 ബീറ്റ എന്ന് പറയുന്ന നോൺ നെഗറ്റീവ് റിയൽ നമ്പർ ആണ്. 1 നോൺ നെഗറ്റീവ് റിയൽ ആണ്, 1 നോൺ നെഗറ്റീവ് റിയൽ ആണ്. ബൈ 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ് ഇതിൻ്റെ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ? എന്താ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ വരിക? സൈൻ റേസ് ടു 4 ആൽഫ ഇൻറ്റു 4 കോസ് റേസ് ടു 4 ബീറ്റ ഇൻറ്റു 1 × 1 ഹോൾ റേസ് ടു 1/4, റൈറ്റ്? ആൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ഇംപ്ലൈ വാട്ട്? ദിസ് വിൽ ഇംപ്ലൈ സൈൻ റേസ് ടു 4 ആൽഫ പ്ലസ് കോസ് റേസ് ടു 4 ബീറ്റ, 4 കോസ് റേസ് ടു 4 ബീറ്റ. ലെറ്റ്സ് റൈറ്റ് ഇറ്റ് ആസ് 2 ഇറ്റ്സ്. ഇത് 1 + 1 എഴുതിയത് ഇതിന് റേസ് ടു 1/4 എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പ്ലസ് 2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ 4നെ നമുക്ക് അപ്പുറത്തെ 4 പോസിറ്റീവ് നമ്പറാണ്. സോ 4നെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 4 ഇൻറ്റു ഇതെന്താ വരിക? നിങ്ങൾ പറ ഇവിടെ സൈൻ റേസ് ടു 4 ആൽഫ റേസ് ടു 1/4 എന്ത് വരും? സൈൻ ആൽഫ ഇൻറ്റു 4 റേസ് ടു 1/4 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 4 റേസ് ടു 1/4 എന്ന് പറഞ്ഞാൽ √2 വരും, റൈറ്റ്? കോസ് റേസ് ടു 4 ബീറ്റ റേസ് ടു 1/4 എന്ന് പറഞ്ഞാൽ എന്ത് വരും? കോസ് ബീറ്റ എന്ന് വരും, റൈറ്റ്? ആൻഡ് ദിസ് വിൽ ബി നത്തിങ് ബട്ട്, ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഇതുമായിട്ട് ഇത് നോക്കുക.
ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ AMGM ഇനീക്വാളിറ്റി ഉണ്ടല്ലോ, ഈ AMGM ഇനീക്വാളിറ്റി, ഈ 4 നമ്പേഴ്സിനുള്ള AMGM ഇനീക്വാളിറ്റി നിങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇതുമായിട്ട് ഇക്വേഷനുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാട്ടെ. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന LHS എന്താണ്? ഇവിടെയുള്ള LHS തന്നെയാണ്. ആൻഡ് ക്വസ്റ്റ്യനിലുള്ള RHS എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയുള്ള ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ റൂട്ടും ഉണ്ട്, സൈൻ ആൽഫ കോസ് ബീറ്റ ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ AMGM ഇനീക്വാളിറ്റിയുടെ ഈക്വാലിറ്റി കണ്ടീഷൻ ഇവിടെ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈക്വാലിറ്റി കണ്ടീഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ അത് എപ്പോഴേ സംഭവിക്കുള്ളൂ? ഓൺലി വെൻ സൈൻ ആൽഫ ഇസ്, അതായത് ഈ നമ്പർ എന്ത്, സൈൻ റേസ് ടു 4 ആൽഫ എന്തായിരിക്കണം? സൈൻ റേസ് ടു 4 ആൽഫ ഷുഡ് ബി ഈക്വൽ ടു കോസ് റേസ് ടു 4 കോസ് റേസ് ടു 4 ബീറ്റ ഷുഡ് ബി ഈക്വൽ ടു എന്താണ്? 1 ആയിരിക്കണം, റൈറ്റ്? ദിസ് ഷുഡ് ബി ഈക്വൽ ടു 1. അപ്പോൾ ഇതിൽ നിന്ന് ആക്ച്വലി നമുക്ക് എന്ത് കിട്ടും? ഇതിൽ നമുക്ക് സൈൻ, ദിസ് ഇംപ്ലൈസ് യുവർ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു എന്താണ്? സൈൻ ആൽഫ എന്ത്? സൈൻ റേസ് ടു 4 ആൽഫ 1, സൈൻ ആൽഫ ഈക്വൽ ടു 1 ആണ്. കാരണം നിങ്ങളുടെ ഇൻ്റർവെൽ 0 to π ആണ്. 0 to πയിൽ സൈനിൻ്റെ വാല്യൂ എന്താണ്? പോസിറ്റീവ് വാല്യൂ ആണ്. സോ സൈൻ ആൽഫ 1 ആണ്. വാട്ട് വിൽ ബി കോസ് റേസ് ടു 4 ബീറ്റ? കോസ് റേസ് ടു 4 ബീറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും? കോസ് റേസ് ടു 4 ബീറ്റ ഇസ് ഈക്വൽ ടു 1, വിച്ച് ഇംപ്ലൈസ് എന്താണ്? കോസ് റേസ് ടു 4 ബീറ്റ ഇസ് 1, ഐ എം സോറി, 4 cos raised to 4 beta is 1, so cos raised to 4 beta is 1/4, or cos square beta is equal to എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും, റൈറ്റ്? ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് കോസ് ബീറ്റ വേണ്ട, ആക്ച്വലി നമുക്ക് സൈൻ ബീറ്റയാണ് ആവശ്യമുള്ളത്. കാരണം കോസ് ബീറ്റയിൽ ഒരു ആംബിഗ്വിറ്റി വരും, പ്ലസോ മൈനസോ വരാം. സോ നമുക്ക് ഇതിൽ നിന്ന് സൈൻ സ്ക്വയർ ബീറ്റ എന്താണെന്ന് പറയാം. ഫ്രം ഹിയർ യുവർ സൈൻ സ്ക്വയർ ബീറ്റ ഇസ് ഈക്വൽ ടു വാട്ട്? യുവർ സൈൻ സ്ക്വയർ ബീറ്റ ഇസ് ഈക്വൽ ടു അഗെയിൻ 1/2, or your sin beta is equal to what? Your sin beta is equal to 1/√2. കാരണം എന്തുകൊണ്ട് എനിക്ക് സൈൻ ബീറ്റ അൺആംബിഗ്വസ് ആയിട്ട് എഴുതാം? കാരണം 0 to π ആണ്. 0 to πയിൽ എന്താണ്? സൈൻ ബീറ്റ പോസിറ്റീവേ ആവുള്ളൂ. സോ അതുകൊണ്ട് 1/√2 എന്ന് എഴുതാം. അപ്പോൾ സൈൻ ബീറ്റയുടെ വാല്യൂ കിട്ടി, സൈൻ ആൽഫയുടെ വാല്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ട്, റൈറ്റ്? അങ്ങനെയാണ് ജസ്റ്റ് എനിക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? -2 ഇൻറ്റു സൈൻ ആൽഫയുടെ വാല്യൂ 1 ആണ്, സൈൻ ബീറ്റയുടെ വാല്യൂ എത്ര കിട്ടിയിരിക്കുന്നത്? 1/√2 ആണ്. So this will be equal to എന്താണ്? -√2. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? -√2 ആണ് ഇതിൻ്റെ ആൻസർ. സോ സ്ലൈറ്റ്ലി ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ ഇതിൽ ഈ AMGM ഇനീക്വാളിറ്റി ഒന്ന് ഓർത്തിരിക്കുക, അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും, ഒരുപാട് വേറെയും ക്വസ്റ്റ്യൻസിൽ യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് ഇന്നത്തെ സമയം ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. വേറെയും കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്, അടുത്ത സെഷൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കൂടുതൽ ക്വസ്റ്റ്യൻസ്, റൈറ്റ്? ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഈ എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, റൈറ്റ്? സോ ഈ ലൈവ് വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്, റൈറ്റ്? സോ പ്രിപ്പയർ വെൽ, റൈറ്റ്? നിങ്ങളുടെ JEE മെയിൻസ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ പ്രിപ്പയർ വെൽ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്.